കാർത്തികപ്പള്ളി സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി. ചരിത്രം ഗതകാലങ്ങളുടെ രേഖപ്പെടുത്തലാണ്, ആഖ്യാനമാണ്. ചരിത്ര അവബോധം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ശരിയായ ചരിത്രബോധം സ്വയം മനസ്സിലാക്കുന്നതിനും പൂർവികരുടെ കഴിവും ബുദ്ധിയും ത്യാഗവും എങ്ങനെയെന്നുള്ള ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും അറിയുന്നതിനും സഹായിക്കും. പൂർവ്വമേത്താത്ത കാലം മുതലേ കേരളത്തിന് വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. അറബികൾ, അസീറിയക്കാർ, ഇസ്രയേൽക്കാർ, ഗ്രീക്കുകാർ, റോമക്കാർ, ചീനക്കാർ, ബാബിലിയോണക്കാർ തുടങ്ങിയവരാണ് പ്രാചീന കാലത്ത് കേരളവുമായി ബന്ധം പുലർത്തിയിരുന്ന വിദേശികൾ. പുരാതനമായി ഈ വിദേശ ബന്ധം പ്രധാനമായും വാണിജ്യപരമായിരുന്നെങ്കിലും അത് ചരിത്രത്തിന്റെ അദൃശ്യ ദശകത്തിൽ തന്നെ ക്രിസ്തുമതം ഇവിടെ പ്രചരിക്കുവാൻ ഇടയായി. പ്രാചീന കേരളം സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യത്തിൽ കീർത്തി കേട്ടിരുന്നു. ഈ കീർത്തിയാണ് BC 3000 മുതൽക്ക് വിദേശികളെയും വൈദേശിക സംസ്കാരങ്ങളെയും കേരളത്തിലേക്ക് ആകർഷിച്ചത്. BC 2-3 സഹസ്രാബ്ദങ്ങളിൽ പ്രാചീന സുമേറിൽ നല്ലൊരു നാഗരികത വളർന്ന സ്ഥലമാണ്. അസീറിയക്കാരും ബാബിലോണിയക്കാരും കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ഏലം, കറുവപ്പട്ട എന്നീ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് വിപുലമായ വാണിജ്യം നടത്തിയിരുന്നുവെന്ന് ചരിത്രകാരനായ വില്യം ലോഗൻ രേഖപ്പെടുത്തുന്നു. കാർത്തികപ്പള്ളി എന്ന സ്ഥലനാമത്തെപ്പറ്റി A. ശ്രീധരമേനോൻ കേരള ചരിത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നതിന് പ്രകാരമാണ് ഡച്ച് രേഖകളിൽ ബെറ്റിമേനി അഥവാ കാര്യമ്പള്ളി എന്ന് വിളിക്കുന്ന കാർത്തികപ്പള്ളി കായംകുളത്തിന്റെ വടക്കൻ ഭാഗങ്ങൾക്കും പുറക്കാടിന്റെ തെക്കൻ ദേശങ്ങൾക്കും ഇടയിലുള്ള ഒരു ചെറിയ ദേശമായിരുന്നു. കാർത്തികപ്പള്ളിയിലെ വട്ടമന കൊട്ടാരത്തിൽ ആയിരുന്നു നാടുവാഴിയുടെ താമസം. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിക്കുന്നതിന് മുൻപ് കരുനാഗപ്പള്ളി പോലെ ഇതും കായംകുളത്തിന്റെ ഭാഗമായിരുന്നു. ചെങ്ങന്നൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർന്ന കായംകുളത്തിന്റെ ആദ്യത്തെ പേര് ഓടനാട് എന്നായിരുന്നു. പഴയ ആയി രാജവംശത്തിന്റെ ഒരു ശാഖയായതിനാൽ ഇവർ ചിറവ വംശമായും അറിയപ്പെട്ടു. 13-14 ശതകങ്ങളിൽ ഓടനാട് വാണിരുന്ന രാമൻ കോതവർമ്മ, രാമൻ ആദിത്യവർമ്മ, രവി കേരളവർമ്മ മുതലായ രാജാക്കന്മാരെ കുറിച്ച് കണ്ടിയൂർ ക്ഷേത്രത്തിലെയും ഹരിപ്പാട് ക്ഷേത്രത്തിലെയും ശാസനങ്ങളിൽ പറയുന്നുണ്ട്. ഓടനാട് വാണ ഇരവിവർമ്മയും ഉണ്ണിനെല്ലി സന്ദേശത്തിൽ വർണ്ണിക്കപ്പെടുന്നു. കോട്ടയ്ക്കകത്ത് സുറിയാനിപ്പള്ളി. ആലപ്പുഴ ജില്ലയുടെ തെക്ക് ഭാഗത്ത് ഹരിപ്പാട് പട്ടണത്തിന് സമീപം കേരള പാശ്ചാത്യ വാസ്തുകലയുടെ മകുട ഉദാഹരണമായി ഇന്ന് നിലകൊള്ളുന്ന ഒരു പുണ്യ പുരാതന ദേവാലയമാണ് കാർത്തികപ്പള്ളി സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അഥവാ കോട്ടയ്ക്കകത്ത് സുറിയാനിപ്പള്ളി. രാജാവിന്റെ കോട്ടയുടെ ഉള്ളിൽ നിർമ്മിച്ച പള്ളി എന്നതുകൊണ്ടാണ് ഇപ്രകാരം പേര് ലഭിച്ചത്. AD 1-ാം ശതകത്തിലാണ് ക്രിസ്തുമതം കേരളത്തിൽ എത്തിയത്. ക്രിസ്തുമതം യൂറോപ്പിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയോ റോമിൽ മതമായി പ്രതിഷ്ഠ നേടുകയോ ചെയ്യുന്നതിന് 3 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. പുരാതന കാലത്ത് കാർത്തികപ്പള്ളി ഒരു പ്രബല വാണിജ്യ കേന്ദ്രമായതിനാൽ ഇവിടെ ക്രിസ്തുമതത്തിന്റെ ആവിർഭാവം ഇതേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി എന്ന് അനുമാനിക്കാം. പക്ഷേ ഏത് നൂറ്റാണ്ടിൽ ഉണ്ടായി എന്നതിന് കൃത്യമായ തെളിവുകളില്ല. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹയാൽ സ്ഥാപിതമായ തിരുവിതാംകൂട് പള്ളി അംഗങ്ങളായിരുന്നവർ കാർത്തികപ്പള്ളി മുതലായ പ്രദേശങ്ങളിൽ കുടിയേറി പാർത്തു എന്ന് തിരുവിതാംകൂട് പള്ളി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ചും നിരണംപള്ളി വളരെ സമീപമായകയാലും ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഇവിടെ ക്രിസ്തുമതം പ്രചരിച്ചിരുന്നതായി കണക്കാക്കാം. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അതിശോക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. AD 829 കാർത്തികപ്പള്ളിയിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയം ഉണ്ടായിരുന്നതായി അഖില വിജ്ഞാന കോശം പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ തന്നെ ഇവിടെ ദേവാലയം സ്ഥാപിക്കപ്പെട്ടു എന്ന് അനുമാനിക്കാം. പള്ളി നിർമ്മിക്കുന്നതിന് തടിയും മറ്റ് ശേഖരിക്കുവാനുള്ള അനുമതി രാജകൽപ്പന മുഖാന്തരം നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ള ദേവാലയം യൂറോപ്യന്മാരുടെ ആഗമനത്തോടുകൂടി പടിഞ്ഞാറൻ വാസ്തുശില്പ മാതൃക കൂടി ഉൾപ്പെടുത്തി AD 1581 പുതുക്കി പണിത് എന്ന് പുരാതന രേഖകളിൽ കാണുന്നു. കേരളത്തിലെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ ഒരു മഹാസംഭവമായ ഉദയംപേരോ സുനഹദോസിന്റെ സമഗ്ര വിവരണം സൊസൈറ്റി ഓഫ് ജീസസിൽപ്പെട്ട ഡിയോഗോ ഗോൺസാൽവിസ് മലബാറിന്റെ ചരിത്രം എന്ന പുസ്തകത്തിൽ നൽകുന്നു. ഗോവയിലെ ആർച്ച് ബിഷപ്പായ അലക്സോ ഡി മെനാസസിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഈ സുന്നഹദോസിൽ 813 പ്രതിനിധികൾ പങ്കെടുത്തു. ഈ സുന്നഹദോസിൽ കാർത്തികപ്പള്ളിയിൽ നിന്നും പ്രതിനിധികൾ സംബന്ധിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സുന്നഹദോസിന് ശേഷം ആർച്ച് ബിഷപ്പ് അലക്സോ ഡി മെനൈസൈസ് 5 ജസ്യൂട്ട് പുരോഹിതന്മാരോട് കൂടി കൊല്ലം വരെയുള്ള പ്രധാനപ്പെട്ട പള്ളികൾ സന്ദർശിച്ച് സുറിയാനി പാരമ്പര്യത്തിലുള്ള ആരാധനാക്രമങ്ങളും പുരാതന ചരിത്ര രേഖകളും നശിപ്പിക്കുകയുണ്ടായി.
മെനേസസ് കാർത്തികപ്പള്ളി പള്ളിയിലും സന്ദർശനം നടത്തിയതായി അദ്ദേഹത്തിന്റെ ചരിത്രകാരനായ അന്റോണിയോ ഗുവയോ തന്റെ ജോർണാഡ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളതും പുരാതന വാസ്തുക്കളുടെ മകുട ഉദാഹരണവുമായ ഈ ദേവാലയം കേരളത്തിന്റെ മഹത്തായ പൈതൃക ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. കൊത്തുപണികൾ, ശില്പങ്ങൾ, പ്രതീകാത്മക ഐക്കണുകൾ, അതുല്യമായ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കൊത്തുപണികളോട് കൂടിയ മദ്ബഹ എന്നിവ വിവരണാതീതമാണ്. അമൂല്യങ്ങളായ താളിയോല ഗ്രന്ഥങ്ങൾ, പൗരാണികമായ പുരാവസ്തുക്കൾ, ശിലാലിഖിതങ്ങൾ എന്നിവ ചരിത്രത്തിലുള്ള ഈ ദേവാലയത്തിന്റെ സ്ഥാനം അതുല്യമാക്കുന്നു. ആധുനിക കാലത്തിന്റെ